ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷും നിധിയും ലക്ഷ്മി മാഡത്തിന്റെയും സുരേഷ് സാറിന്റെ ഒപ്പം യാത്ര തുടരുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയുകയാണ്, നിധി ഇവരുടേത് ലവ് മാരേജ് ആണെന്ന് നിധിക്ക് അറിയാമോ? ഓ അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ അതെ, അവരുടെ ലവ് സ്റ്റോറി ഒന്ന് കേട്ട് നോക്ക്. ഇത് കേട്ട് നിധി ചിരിച്ചുകൊണ്ട് ലക്ഷ്മി മാഡത്തിനെയും സുരേഷ് സാറിനെയും നോക്കുമ്പോൾ ലക്ഷ്മി അമ്മ നാണത്തോടു കൂടി ചിരിക്കുകയാണ്. കവളിൽ പിടിച്ചുകൊണ്ട് സുരേഷ് സാറ് ചോദിക്കുന്നു, എന്താ ലക്ഷ്മി, നിനക്ക് നാണം വരുന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ പറയുന്നു, ഒന്ന് ചുമ്മാതിരിക്കുക. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങളുടെ കഥ പറ, ഞാൻ കേൾക്കട്ടെ. ലക്ഷ്മി അമ്മ പറയുകയാണ്, നിധി മോള് ചോദിച്ചത് കേട്ടില്ലേ, പറ. അപ്പൊ സുരേഷ് സാറ് പറയുകയാണ്, ഇവൾ എന്റെ വീടിന്റെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് തുളസിത്തറയിൽ വിളക്ക് കത്തിക്കാനായി ഇവള് വരും. എന്താന്നറിയില്ല, ഇവളെ കണ്ട ഉടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 9 മണിക്ക് പോലെ എഴുന്നേൽക്കാത്ത ഞാൻ 6 മണിക്ക് മാഡത്തിനെ കാണാനായി എഴുന്നേൽക്കും. ഞാൻ അവളെ നോക്കുന്നത് ഇവക്കറിയാം, പക്ഷെ ഇവൾ എന്നെ നോക്കില്ല. 2 വർഷം എടുത്തു എന്റെ പ്രണയം ഞാൻ ഇവളോട് പറയാൻ. 2 വർഷം മൂന്ന് നിധി ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കണ, മോക്ക് ഷോക്കായില്ലേ? എനിക്കും കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടതാ. ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹം പറയുന്ന രീതി വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞു. അപ്പോഴാ പ്രണയം പറയാൻ വന്നത്. ഉടനെ സമ്മതിച്ചോന്ന് നിധി ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പറയണ, അതെങ്ങനെ? എന്നെ 2 വർഷം വെയിറ്റ് ചെയ്യിപ്പിച്ചതല്ലേ, അതുകൊണ്ട് 6 മാസം എന്റെ പുറകെ നടത്തിപ്പിച്ചു. അതിനുശേഷം ഞാനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് സാർ പറയുകയാണ്, എന്തുകൊണ്ടാണെന്നറിയോ? 6 മാസത്തിൽ കൂടുതൽ അവൾക്ക് പ്രണയം മറച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു. എന്താ ലക്ഷ്മി, അങ്ങനെയല്ലേ? ഇത് കേട്ട് ലക്ഷ്മി അമ്മ ചിരിക്കുമ്പോൾ സുധീഷും നിധിയും ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയെ നോക്കുകയും അവർ പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയുമാണ്. സുരേഷ് സാർ പറയുന്നു, അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഒരേ ജാതിയല്ല, അതുകൊണ്ട് വലിയ എതിർപ്പായിരുന്നു. ഇവളുടെ വീട്ടിലെ കല്യാണാലോചന തുടങ്ങി. അപ്പൊ ലക്ഷ്മി അമ്മ പറയണം, ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ഒന്നും നടന്നില്ല. ഞാൻ പറയുന്നത് അവര് കേൾക്കില്ല, അവര് പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണമെന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ട് ഞാനിറങ്ങി പോന്നു. ഇത് കേട്ട് നിധി അമ്പരന്നിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അച്ഛനും അമ്മയെ അംഗീകരിച്ചില്ലേ? അപ്പൊ ലക്ഷ്മി അമ്മ പറയുകയാണ്, അച്ഛനും അമ്മയൊന്നും ഇപ്പൊ ഇല്ല മോനെ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് പോയി. കൂടെപ്പിറപ്പുകൾ ആരും സംസാരിക്കത്തുമില്ല. ഞങ്ങൾ അതൊരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. ഇദ്ദേഹത്തെ കല്യാണം കഴിച്ച നാൾ മുതൽ സന്തോഷമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവര് സംസാരിച്ചില്ല, ഇവര് സംസാരിച്ചില്ല എന്നോർത്ത് ഞാനെന്തിനു വിഷമിക്കണം? നിധി ചോദിക്കുന്നു, അച്ഛനിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അപ്പൊ ലക്ഷ്മി അമ്മ പറയുകയാണ്, അന്ന് എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോകാമായിരുന്നു, പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് വേണ്ടി സംസാരിച്ചു. ഇന്ന് വരെ എന്റെ വാക്കിന് മറുവാക്ക് പറയില്ല. ഇപ്പോഴും ഞങ്ങളുടെ പ്രണയം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ സുരേഷ് സാറ് പറയുകയാണ്, അങ്ങനെയല്ല, കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ലക്ഷ്മി? ഇത് കേട്ട് ലക്ഷ്മി അമ്മ നാണത്തോടു കൂടി ചിരിക്കുമ്പോൾ സുരേഷ് സാറും ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയെ നോക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, വണ്ടിയിൽ കയറിയ സമയം മുതൽ അമ്മ ചിരിയാണല്ലോ, നാണം കണ്ടില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതെ, അവര് കല്യാണം കഴിക്കാൻ ഈ പ്രണയം തന്നെയല്ലേ കാരണം. ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ പറയുന്നു, ഒന്ന് ചുമ്മാതിരിക്കും മോളെ, പ്രണയിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ അല്ല കാര്യം, അതിനുശേഷം പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിലാണ് കാര്യം. ഒരുമിച്ച് ജീവിക്കാൻ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയില്ല, പക്ഷേ ആ സമയത്ത് എടുക്കേണ്ട തീരുമാനം എടുത്തേ പറ്റൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വലുതാക്കാതെ വിട്ടുകൊടുത്ത് ജീവിച്ചാൽ വിവാഹ ജീവിതം നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പൊ തോന്നും നമ്മൾ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന്. സുരേഷ് സാർ പറയുന്നു, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രണയകഥ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളും പ്രായമാകുമ്പോൾ നിങ്ങളുടെ പ്രണയകഥ ആരോടെങ്കിലും പറയണം. പറയില്ലേ? പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, പറയാം. മോള് പറയില്ലേന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഉറപ്പായിട്ടും പറയാം അമ്മേ, ഞാനും പറയും. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുധീഷ് നിധിയെ നോക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. തുടർന്ന് സുരേഷ് സാറും ലക്ഷ്മി അമ്മയും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വണ്ടിയിലിരിക്കുന്ന സുധീഷ് ചോദിക്കുന്നു, നിധി, നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ കഥ പറയുമോ? അപ്പൊ നിധി പറയണ, കഥയല്ലേ, പറയാം. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, അപ്പോ പ്രായമാകുമ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടാകുമോ? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് പറയണ, അതല്ല നിധി, അവരുടെ പ്രായത്തിലും നമ്മളിങ്ങനെ ഒരുമിച്ചുണ്ടാകുമോ എന്നാ ചോദിച്ചേ. അപ്പൊ നിധി പറയണ, അവരങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് പറയാനാ, ചുമ്മാ അടിച്ചു വിട്ടതാ. ഇത് കേട്ട് മുഖം മാടി സുധീഷ് പറയുന്നു, നിധി ഇവിടെ തന്നെ ഇരിക്ക്, ഞാൻ പോയി ചായ മേടിച്ചോണ്ട് വരാം. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ സുധീഷ് ചായ മേടിക്കാനായി പോവുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് സുധീഷ് പോകുന്നത് നോക്കിയിരിക്കുന്നു. തുടർന്ന് രാത്രി ഹോട്ടലിലേക്ക് വന്ന സുധീഷ് നിധിയുമായി സംസാരിച്ചിരിക്കുകയാണ്. സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന അവരറിയുകയാണ്, ചാന്ദിനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ബീഹാറിൽ നിന്നും ചാന്ദിനിയുടെ അമ്മാവന്റെ മകനും ഗുണ്ടകളും വന്നത്. സുഭാഷും ഹരീഷും നികേഷും നീതുവും കൂടി ചാന്ദിനിയെ രക്ഷിച്ചതും സുഭാഷ് പറയുകയാണ്. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, സുധീഷ് എന്നെ നന്നായി നോക്കുന്നുണ്ടോ? അപ്പൊ നിധി പറയണ, അതോർത്ത് സുഭാഷിന്റെ വിഷമിക്കണ്ട, സുധീഷ് എന്നെ നന്നായി നോക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നിധി ചോദിക്കണ്ട, സുധീഷ് എന്തേത്? ചാന്ദിനിയെ കൊണ്ടുപോകാൻ ബീഹാറിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. ഇതിപ്പം സിനിമയിൽ കാണുന്നത് പോലെയാണല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എന്ത് സിനിമ? നിധിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും ചേട്ടനും കൂടി നമ്മുടെ പിന്നാലെ വന്നില്ലേ?
നമ്മുടെ ജീവിതത്തിൽ നടന്നതെല്ലാം നിധി മറന്നുപോയോ? ഇത് കേട്ട് നിധി പറയുകയാണ്, അതൊക്കെ മറക്കാൻ പറ്റുമോ? എപ്പോഴാ ഈ പേരൻസ് മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കുക എന്നറിയില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നമുക്ക് സമ്മതിക്കണം നിധി, നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിന് അവര് കല്യാണം കഴിക്കട്ടെ. അപ്പൊ നിധി പറയുകയാണ്, കല്യാണം മാത്രമല്ല സുധീഷെ, ഞാൻ ഒന്നിനും എതിർക്കില്ല. ഇത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നല്ല പഠിത്തമാണോ, ആ പഠിത്തത്തിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ റിസർച്ച് ചെയ്ത് നോക്കും. അല്ലാതെ ഞാൻ പറയുന്നതേ പഠിക്കാൻ പറ്റൂ, നീ ഈ ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയൊന്നും ചെയ്യില്ല ഞാൻ. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. അപ്പൊ നിധി പറയണം, ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാലോ. അത് അവരുടെ ലൈഫാണ്. അവരുടെ ലൈഫില് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം അവർക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്റെയും ചാന്ദിനിയുടെയും നീതുവിന്റെയും ഒക്കെ പേരൻസിനെ പോലെ ആകാനേ പാടില്ല. നമ്മൾ അങ്ങനെ ആകരുത് സുധീഷ്. ഇത് കേട്ട് സുധീഷ് പറയണം, അതെ അതെ, നമ്മൾ അങ്ങനെ ആകാനേ പാടില്ല. അപ്പൊ നിധി പറയുകയാണ്, നീതു നല്ല പെൺകുട്ടിയാണല്ലേ, ഒരു പ്രശ്നം വന്നാൽ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും. ഇത് കേട്ട് സുധീഷ് പറയണം, അതൊക്കെ ശരിയാ, പക്ഷെ അവൾ എപ്പോഴെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ എക്സ്ട്രീമായി നല്ലവളായിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീമായി ടോർച്ചർ ചെയ്യും. ഇതിന്റെ ഇടയിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സുധീഷ് അങ്ങനെയാണോ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണം, അതെ നിധി, ഇപ്പോ അവൾ ഒരു കാര്യം ചെയ്യില്ല എന്ന് വിചാരിക്കുമ്പോൾ അവളത് നന്നായി ചെയ്യും. ഇതവള് ഉറപ്പായിട്ടും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ ഹരീഷിനെ വട്ടം കറക്കും. ഇത് കേട്ട് നിധി പറയണം, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. ഹരീഷ് നീതുവിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ എല്ലാം ഓക്കെ ആകും. ഇത് കേട്ട് സുധീഷ് പറയണം, അവനിപ്പോൾ ലേണിംഗ് പ്രോസസ്സിലാണ്, എത്രയും പെട്ടെന്ന് പഠിച്ചെടുത്തോളും. നിധി, ഹരീഷ്, സുഭാഷ് ഏട്ടൻ ഇവരെല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞ പിന്നെ നമ്മുടെ വീട്ടിലെ ഒരുപാട് പേരുണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് പോലൊക്കെ അന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. നിധി പറയുകയാണ്, ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താ മാറാൻ പോകുന്നത്, കുറച്ചുകൂടി ചോറ് വെക്കണം, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, എന്താ നിധി, എന്നെ പോലെയാണല്ലോ സംസാരിക്കുന്നത്? നിധി ചോദിക്കുന്നു, സുധീഷിനെ പോലെയോ? സുധീഷിനെ പോലെ ഞാൻ എന്താ സംസാരിച്ചേ? അപ്പൊ സുധീഷ് പറയണ, സാധാരണ ഞാനല്ലേ ഇങ്ങനെയൊക്കെ കോമഡി പറയുക, ഇപ്പൊ നിധിയാണ് പറയുന്നത്. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, നിധിയുടെ കോമഡിയും സൂപ്പറാണ് കേട്ടോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധി ബെഡിലേക്ക് ചാരിയിരിക്കുമ്പോൾ സുധീഷ് ഫോണിൽ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് കിടക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുധീഷിന് മാത്രമേ കോമഡി അറിയത്തുള്ളൂ? അപ്പൊ സുധീഷ് പറയണ, അല്ലല്ല, നിധിക്കും കോമഡി അറിയാം, പറയുകയും വേണം. അങ്ങനെ അവർ ചിരിച്ച് സംസാരിക്കുകയാണ്. പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. നിധി എന്താന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നിധി, സംസാരിച്ച് നമ്മൾ ഒരുപാട് അടുത്ത് വന്നു അല്ലെ, അതിനെന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതല്ല, ഞാൻ നിധിയെ ഇത്രയടുത്ത് കണ്ടിട്ടേ ഇല്ല. നിധി സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, രാത്രി സമയം നിധിയും ഞാനും അടുത്തടുത്തിരിക്കുന്നു, നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക. ഇത് കേട്ടൊന്ന് പതറി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഡിന്റെ ഒരറ്റത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് നിധി. തലയൊക്കെ വെച്ച് സുധീഷ് പറയുകയാണ്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു, നല്ല സന്തോഷമായിട്ട് അരികിലിരുന്ന് സംസാരിച്ചോണ്ടിരുന്നതാ, ഒരു 4 വാക്ക് സംസാരിച്ചതേ ഉള്ളൂ, അവളിതെ 4 അടി ദൂരത്തേക്ക് മാറിയിരുന്നു, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ സുധീഷ്? അങ്ങനെ സുധീഷ് പറയുന്നു, നിധി, ഞാൻ തെറ്റായ രീതിയിൽ പറഞ്ഞതല്ല, നിധി എന്റെ അടുത്തിരുന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിധി ചോദിക്കണ, എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ലേ? അപ്പൊ സുധീഷ് പറയണ, നിധി ഇവിടെ വന്നിരിക്കുക, നമുക്ക് സംസാരിക്കാം. അപ്പൊ നിധി പറയണ, സുധീഷ് സംസാരിച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ സുധീഷ് അവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരിക്കും. വിഷമത്തോടു കൂടി സുധീഷ് പറയുന്നു, നിധി സോറി, കാണാൻ ഇന്ന് സുന്ദരിയായിട്ട് തോന്നി, അതങ്ങ് പറഞ്ഞു പോയി. ഇത് കേട്ട് നിധി പറയണ, എനിക്കറിയാം സുധീഷ്, ഇപ്പൊ എന്തോ പുതിയതായിട്ട് കണ്ടുപിടിച്ചതുപോലെയാണല്ലോ സുധീഷ് പറയുന്നേ. അങ്ങനെ നിധി മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി മുടിയൊക്കെ നേരെ ഇടുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയണ, നിധി സുന്ദരിയാ, എന്തിനാ വീണ്ടും വീണ്ടും കണ്ണാടിയിൽ നോക്കി കൺഫേം ചെയ്യുന്നത്? ഇത് കേട്ട് നിധി ചോദിക്കണ, സുധീഷിന് വേറെ ജോലിയൊന്നുമില്ലേ? ഈ നേരത്തെ ഞാൻ എന്ത് ജോലി ചെയ്യാനാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അവിടെ ബെഡ് ഇരിപ്പുണ്ട്, ആ ബെഡ് എടുത്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, ചെല്ലു സുധീഷ്. ഇത് കേട്ട് വിഷമത്തോടുകൂടി സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധി പറയണ, ഓ സുധീഷ്. സുധീഷ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് എക്സ്ട്രാ ബെഡൊക്കെ തറയിലേക്ക് ഇടുകയാണ്. നിധി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുന്നു. പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ വിരിക്കുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് നിധിയെ നോക്കുന്നുണ്ട്. നിധിയും സുധീഷിനെ തന്നെ നോക്കി കിടക്കുകയാണ്. ഉറങ്ങാനായി കിടന്ന സുധീഷ് നിധിയെ തിരിഞ്ഞു നോക്കുമ്പോൾ നിധിയെ മുഖം ധരിക്കുന്നു. സുധീഷ് കണ്ണടച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ നിധി ഓർക്കുകയാണ് സുധീഷ് തന്നോട് പറഞ്ഞത്. നിധി ഇത്രയും അടുത്തിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. തുടർന്ന് പുഞ്ചിരിച്ച നാണത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കണ്ണടച്ച് കിടക്കുകയാണ് നിധി. തുടർന്ന് ലക്ഷ്മിയമ്മയുടെയും സുരേഷ് സാറിന്റെ ഒപ്പം യാത്ര തുടരുകയാണ് നിധിയും സുധീഷും. ലക്ഷ്മിയമ്മ ക്ഷേത്രങ്ങളിൽ തൊഴുത കാര്യങ്ങളൊക്കെ പറയുകയും തന്റെ മകളെ കുറിച്ച് പറയുകയൊക്കെയാണ്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അമ്മയ്ക്ക് എത്ര മക്കളാ? അപ്പൊ ലക്ഷ്മിയമ്മ പറയുന്നു, എനിക്ക് 2 മക്കളാ മോളെ, ഒരാണും ഒരു പെണ്ണും, 2 പേരും കുടുംബമായി ഇന്ത്യക്ക് പുറത്താണ്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നിധിയും. ലക്ഷ്മിയമ്മയും സുരേഷ് സാറും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മ ചോദിക്കുന്നു, എന്താ 2 പേരും മിണ്ടാതിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞില്ലേ, ഇനിയൊരു കുഞ്ഞൊക്കെ വേണ്ടേ? ഞാനിങ്ങനെ ചോദിച്ചത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, നിങ്ങളോടുള്ള അടുപ്പം കൊണ്ട് ചോദിച്ചതാ. അയ്യോ അങ്ങനെയൊന്നും ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയണ, ഈ കാലത്തെ കുട്ടികൾ കല്യാണം കഴിഞ്ഞ്
കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന് വിചാരിക്കും. നിങ്ങൾ ഇനി വൈകരുത്. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായാൽ നിങ്ങൾ പ്രായമാകുമ്പോഴേക്കും ആ കുട്ടിക്ക് ജോലിയൊക്കെ ആകും. അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ജീവിതത്തിൽ സെറ്റിലായിട്ട് കുട്ടികൾ മതിയെന്ന് ചിന്തിച്ചാൽ അവരെ സെറ്റിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രായം കടന്നു പോകും. മുട്ടുവേദന, നടുവേദന എല്ലാം വരും. പിന്നെ എങ്ങോട്ടും പോകാനാകാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാകും. ഞങ്ങളുടെ കാര്യം നോക്ക്. കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായി. കുട്ടികളും സെറ്റിലായി. 60-65 വയസ്സില് വേറെ ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇപ്പോഴാ മകൾക്ക് വേണ്ടി കല്യാണാലോചനകൾ നടത്തുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ഇത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെയായി അവരെ സെറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാലോ. വേറെ ഒരു ടെൻഷനും ഉണ്ടാകില്ല. അത് ശരിയാണെന്ന് സുധീഷ് പറയുമ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കാണ്, നിങ്ങൾക്ക് ഫാമിലി പ്ലാനിങ് വല്ലതും ഉണ്ടോ? സുധീഷ് മനസ്സിൽ പറയണ, ഈ അമ്മ മറുപടി കേൾക്കാതെ വിടുമെന്ന് തോന്നുന്നില്ല. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, കുട്ടികളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടമ്മേ. എന്താ മോളൊന്നും പറയാത്തേന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ നിധി പറയണ, സെറ്റിലായിട്ട് കുട്ടികളൊക്കെ ആകാന്നാ വിചാരിച്ചിരുന്നത്. ഇപ്പൊ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെ സുധീഷേ? ഇത് കേട്ട് കണ്ണു തള്ളി നെഞ്ചത്ത് കൈവച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്തേ പറയുന്നേ? നിധി പറയുന്നു, സുധീഷെ നോക്കി വണ്ടി ഓടിക്ക്. സുധീഷ് സന്തോഷത്തോടുകൂടി ഡ്രൈവ് ചെയ്യുകയാണ്. തുടർന്ന് സുരേഷ് സാറും ലക്ഷ്മിയമ്മയും വഴിപാടുകൾ നടത്താനായി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, നിധി സോറി, അവരങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിധി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുമോന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നിധി ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിധി പറയുകയാണ്, അവരറിയാതെ പറഞ്ഞതല്ലേ, അതിൽ ദേഷ്യപ്പെടാൻ എന്താ ഉള്ളത് സുധീഷ്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അവര് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ നിധി ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ്, അതെ ആലോചിക്കാമെന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു, അപ്പോ നമ്മൾ എപ്പോഴാ ഇതിനെ കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുക? ഇത് കേട്ട് നിധി ചോദിക്കണ, ഇതിനെ കുറിച്ച് നമ്മളെന്ത് സംസാരിക്കാനാ? അപ്പൊ സുധീഷ് അറിയണ, അതല്ല കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞു. നിധി ചോദിക്കുന്നു, സുധീഷ് അങ്ങനെയാണോ ചിന്തിച്ച്? സുധീഷ് വേറെ ആരെയെങ്കിലും കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാകുമല്ലോ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. നിധി എന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, വേണോന്ന് കരുതി ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നതാ. തുടർന്ന് അവർ 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരികയാണ്. സുരേഷ് സാറും ലക്ഷ്മിയമ്മയും ക്ഷീണത്തോടു കൂടി ഉറങ്ങുമ്പോൾ സുധീഷും നിധിയും പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് അറിയാതെ നിധിയുടെ കയ്യിൽ തട്ടുകയും സുധീഷ് ഞെട്ടി ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയുമാണ്. നിധി ഇതൊന്നും ശ്രദ്ധിക്കാതെ പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കുന്നു. സന്തോഷത്തോടു കൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ കൈയുടെ അരികിലേക്ക് തന്റെ ഒരു കൈ വെക്കുകയാണ് സുധീഷ്. നിധി ഇത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. തുടർന്ന് ലക്ഷ്മിയമ്മയുടെ വീടിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന വണ്ടി നിർത്തുകയാണ് സുധീഷ്. സുരേഷ് സാറിനെയും ലക്ഷ്മിയമ്മയും സുധീഷ് വിളിച്ചുണർത്തുകയാണ്. ലക്ഷ്മിയമ്മ ചോദിക്കുന്നു, വന്നോ സുധീഷ്? പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി, ട്രാഫിക് കുറവായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ സുരേഷ് പറയുകയാണ്, നേരത്തെ വന്നത് നന്നായി, കുറച്ചുനേരം റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ അവർ അകത്തേക്ക് കയറി വരികയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മയെന്ന് സുധീഷ് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, നിങ്ങൾ എവിടെ പോവാ? വീട്ടിൽ കയറി കോഫിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി. അപ്പൊ സുധീഷ് പറയുന്നു, നിങ്ങൾ ടയേർഡ് അല്ലേ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ മറ്റൊരു ദിവസം വരാം. ഇത് കേട്ടേ ലക്ഷ്മിയമ്മ പറയുകയാണ്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങള് വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി. എന്താ മോള് വരത്തില്ലേ? അങ്ങനെയൊന്നും ഇല്ല അമ്മ, ഞങ്ങൾ വരാമെന്ന് നിധി പറയുമ്പോൾ സുരേഷ് സാർ പറയുകയാണ്, എടാ സുധീഷ്, നിന്റെ ഭാര്യയും കൂടി കയറി വാടാ. തുടർന്ന് ലക്ഷ്മിയമ്മ കോഫി എടുക്കാനായി പോകുമ്പോൾ സുരേഷ് സാർ പറയുന്നു, സുധീഷ് നല്ലൊരു ട്രിപ്പ് ആയിരുന്നു. സുധീഷ് ഞങ്ങളുടെ ഡ്രൈവർ ആയിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പ് നല്ലതായിരിക്കും. ഇത്തവണ മോളും ഞങ്ങളുടെ കൂടെ വന്നില്ലേ, വലിയ സന്തോഷമായി. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. അവിടേക്ക് വന്ന ലക്ഷ്മിയമ്മ പറയുന്നു, നിധിയെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം. നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ നല്ല പൊരുത്തമാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ ലക്ഷ്മിയമ്മ കുങ്കുമം എടുത്തോണ്ട് വന്ന് നിധിയോട് പറയുന്നു, സുമംഗലികളായ സ്ത്രീകൾ നെറ്റിയിൽ കുങ്കുമം വെക്കണം. അങ്ങനെ ലക്ഷ്മിയമ്മ നിധിയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കി സുധീഷ് പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ നിധിയും സുധീഷും ലക്ഷ്മിയമ്മയുടെയും സുരേഷ് സാറിന്റെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. ലക്ഷ്മിയമ്മ പറയുന്നു, സുധീഷ് നിധിയെ നീ നന്നായി നോക്കണം. ഇതുപോലെ സന്തോഷമായിട്ട് ഒരു 100 വർഷം നിങ്ങൾ ജീവിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് ഞങ്ങളെ അറിയിക്കണം. പറയാം അമ്മയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. അപ്പൊ സുരേഷ് സാർ പറയുന്നു, സുധീഷ് ഒരു ദിവസം നിധിയെയും കൂട്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങ്, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ചോദിക്കുന്നു, നിധിക്ക് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിധി പറയണ, ഒരുപാട് ഇഷ്ടപ്പെട്ടു, നമ്മൾ നേരെ വീട്ടിലേക്കാണോ? അതേന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ, വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? സുധീഷ് പറയുന്നു, പോകാലോ. നിധി ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാതിരിക്കോ? അപ്പൊ നിധി പറയണ, ഈ ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി, അതാ എങ്ങോട്ടെങ്കിലും പോകാന്ന് വിചാരിച്ച്. അപ്പൊ സുധീഷ് പറയണ, നിധിക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ പോരെ, ഞാൻ അപ്പോഴേ കൊണ്ടുപോയില്ലേ. തുടർന്ന് സുധീഷും നിധിയും സന്തോഷത്തോടു കൂടി ബീച്ചിൽ ഇരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ബീച്ചിൽ ഇറങ്ങണമായിരിക്കും, കാല് നനയ്ക്കാൻ. ഇത് കേട്ട് നിധി പറയുകയാണ്, പോകണോ? അതിന് ഞാൻ അനുവാദം തരണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ
നിധി പറയുകയാണ് അതൊന്നും വേണ്ട, പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ സുധീഷ് ചോദിച്ചത്. സുധീഷ് പറയണ നമ്മൾ എപ്പോഴും ബീച്ചിലേക്ക് വരുന്നതല്ലോ, ചെല്ല് പോയി കാല് നനയ്ക്ക്. ശരിയെന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് സുധീഷിനോട് പറയുന്നു, സുധീഷെ എന്റെ ചെരുപ്പ് നോക്കിക്കോണേ. സുധീഷ് ചോദിക്കുന്നു, ചെരുപ്പ് നോക്കാനോ? ഈ ചെരുപ്പ് ആരെടുത്തോണ്ട് പോവാനാ? നിധിയുടെ ചെരുപ്പ് നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് കടലിൽ ഇറങ്ങാൻ പറ്റുമോ? നിധി ചോദിക്കുന്നു, സുധീഷൻ വരുന്നുണ്ടോ? വരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ ഞാനും വരുന്നുണ്ട് നിധി. ഇത് കേട്ട് നിധി പറയുകയാണ് ശരി, അപ്പൊ ചെരുപ്പ് ആര് നോക്കും? ഇത് കേട്ട് സുധീഷ് പറയണ ആ ചെരുപ്പ് കളഞ്ഞിട്ട് വാ നിധി, ചെരുപ്പൊന്നും ആരും എടുക്കില്ല. അങ്ങനെ നിധിയും സുധീഷും കടലിലേക്ക് ഇറങ്ങി കാല് നനയ്ക്കുകയാണ്. സുധീഷ് നിധിയുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയും നിധി സുധീഷിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയുമാണ്. സുധീഷ് വീഴാനായി തുടങ്ങുമ്പോൾ നിധി സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. അവർ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി നമുക്ക് മുന്നോട്ട് പോയാലോ? എന്തായാലും പാതി നനഞ്ഞല്ലേ, ഇനിയും മുഴുവൻ നനയാം. അപ്പൊ നിധി പറയണ അയ്യോ വേണ്ട, ജലദോഷം വരും. തുടർന്ന് നിധി സുധീഷിനോട് പറയുന്നു, സുധീഷ് ഒരു വലിയ ആളാകണം. ഇതിട്ട് സുധീഷ് പറയണ മനസ്സിലായില്ല നിധി. പുഞ്ചിരിച്ച നിധി പറയണ സുധീഷ് ഒരു വലിയ ആളാകണം, എന്തെങ്കിലുമൊക്കെ വലുതായിട്ട് നേടിയെടുക്കണം. ഇങ്ങനെ വണ്ടി ഓടിച്ച് കാലങ്ങൾ കടന്നു പോകരുത്. വണ്ടി ഓടിക്കുന്നത് മോശമായ ഒരു കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ലൈഫില് അടുത്ത ഘട്ടം എന്താ, ലൈഫിൽ സക്സസ് ആകണമെന്നൊരു ചിന്തയുണ്ടാകണം, ഒരിടത്ത് മാത്രം നിൽക്കരുത്. ഇപ്പം സുധീഷിന്റെ മനസ്സിൽ അംബീഷൻ ഒന്നുമില്ല. ഇനി അങ്ങനെ ആകാതെ പതിയെ അതൊക്കെ വളർത്തിയെടുക്കണം. അതേസമയം ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും വേണം. ഇങ്ങനെ രാത്രിയും പകലും വണ്ടി ഓടിക്കാതെ 8 മണിക്കൂറേ ജോലി ചെയ്യാൻ പാടുള്ളൂ. ബാക്കി സമയമെല്ലാം ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വിട്ടുപോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതെന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ അല്ല, പെട്ടെന്ന് എന്നെ ഒരുപാട് ഉപദേശിക്കുന്നു. നിധി എന്നെ പിരിഞ്ഞു പോകാനാണോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പൊ നിധി പറയണ ഏയ് അങ്ങനെയൊന്നും ഇല്ല സുധീഷെ, നമ്മുടെ ട്രിപ്പ് മുഴുവൻ ഇതിനെ കുറിച്ചല്ലേ സംസാരിച്ചത്, അതുകൊണ്ട് പറഞ്ഞതാ. സുധീഷ് ചോദിക്കണ സത്യമല്ലേ പറഞ്ഞത്? രാവിലെ എഴുന്നേറ്റ് നിധിയുടെ റൂമിൽ നോക്കുമ്പോൾ നിധി അവിടെ കാണത്തില്ലേ? അങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെയൊന്നും നടക്കില്ലാന്ന് നിധി പറയുമ്പോൾ കൈ നീട്ടിക്കൊണ്ട് സുധീഷ് പറയുകയാണ് പ്രോമിസ്. ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു പ്രോമിസ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ് ഇപ്പൊ വിശ്വാസമായി. അപ്പൊ നിധി പറയണ എനിക്ക് വേണ്ടി സുധീഷ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ സുധീഷിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. സുധീഷിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സുധീഷ് എന്നെ പറ. അപ്പൊ സുധീഷ് പറയണ നിധി എന്റെ കൂടെ ഉള്ളത് തന്നെയാ എന്റെ സന്തോഷം. എന്റെ വീടൊക്കെ ഒരു വീടാണോ? ഇപ്പൊ കുഴപ്പമില്ല. നിധി വന്ന സമയത്ത് ആ വീട് എങ്ങനെയായിരുന്നു എന്ന് നിധിക്ക് തന്നെ അറിയാലോ. അതൊക്കെ വീടായിരുന്നില്ല, വീട് പോലെ ഒന്ന്, അത്രേ ഉള്ളൂ. ആ വീട്ടിൽ നിധി താമസിച്ച തന്നെ വലിയ കാര്യമാ. ഇതിൽ കൂടുതൽ നിധി എനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇത് മതി. അപ്പൊ നിധി പറയണ എന്ത് പറഞ്ഞാലും ഈ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് ശരിക്കും സുധീഷിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. ഒന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യൂ? അപ്പൊ നിധി പറയണ ചെയ്യും, പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അപ്പൊ സുധീഷ് പറയണ ഏയ് അങ്ങനെ ഞാൻ ചോദിക്കില്ല. എങ്കിൽ ചോദിക്കുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ നിധിക്ക് എന്നെക്കാളും പ്രായക്കുറവല്ലേ? അപ്പൊ നിധി പറയണ അതെ, ഇതിനെന്താ ഡൗട്ട്? അപ്പൊ സുധീഷ് പറയണ ഞാൻ ഡൗട്ട് ആണെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇതുവരെ സംസാരിച്ചു തീർന്നില്ല. അപ്പൊ നിധി പറയണ ശരി യു കണ്ടിന്യൂ. അപ്പൊ സുധീഷ് പറയണ ഞാൻ എപ്പോഴും നിധി എന്നല്ലേ വിളിക്കുന്നത്, കുറച്ചുകൂടി അടുത്ത് എടി പൊടി എന്നൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പൊ നിധി പറയണ ഇതാണോ സുധീഷിന്റെ ആഗ്രഹം, എന്നെ എടീന്നും പൊടിന്നും ഒക്കെ വിളിക്കണം? സുധീഷ് എന്നെ അങ്ങനെ വിളിച്ചോ? എപ്പോഴും ഇങ്ങനെ നിധിന്ന് തന്നെ വിളിക്കണമെന്നൊന്നുമില്ല. നിധിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ എനിക്കെന്ത് പ്രശ്നം, വിളിച്ചോന്നേ. പക്ഷെ ഞാനും സുധീഷിനെ അങ്ങനെയൊക്കെ വിളിക്കും, അതും കൂടി ഓർത്തോ. അപ്പൊ സുധീഷ് പറയണ നിധി എന്നെ വാടാ പോടാന്നൊക്കെ വിളിച്ചോ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് കേട്ട നിധി ചോദിക്കണ ഇത് മതിയോ, വേറെ ഒന്നും വേണ്ടേ? അപ്പൊ സുധീഷ് പറയണ എനിക്ക് വേറെ ഒന്നും വേണ്ട. നിധി അവിടെ ഐസ്ക്രീം വിൽക്കുന്നത് കണ്ട് നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു നിധിക്ക് അത് വേണോന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ നീ ചോദിച്ചിട്ട് ഞാൻ അത് വാങ്ങി തരാതിരിക്കോ? ഇപ്പൊ വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പോവുകയാണ്. ശേഷം ഐസ്ക്രീമുമായി നിധിയുടെ അരികിലേക്ക് വരികയും സന്തോഷത്തോടു കൂടി അവർ ഐസ്ക്രീം കഴിക്കുകയുമാണ്. തുടർന്ന് നിധിയും സുധീഷും കിളിക്കൂട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്